ഹലോ നമസ്കാരം, രഞ്ജിത്ത്. സ്ഥിരമായി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് കോളുകളിലും മെസ്സേജുകളിലും ഒക്കെ വരുന്ന സംഭവമാണ്. എനിക്കൊരു വർക്കിംഗ് പാർട്ട്ണറുണ്ട്, അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. പലപ്പോഴും വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ വർക്കിംഗ് പാർട്ട്ണർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ചിലപ്പോൾ നമ്മളുടെ ആയിരിക്കും, പക്ഷേ അദ്ദേഹം ഒരു പാർട്ട്ണറായിരിക്കും. മറ്റേ ആൾ അദ്ദേഹം ഒരു വർക്കിംഗ് പാർട്ട്ണറായി അദ്ദേഹമായിരിക്കും ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത്, നമ്മൾ സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു തമ്പ് റൂള് എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു ഡീലിംഗ് അനുസരിച്ചും ഇൻഡസ്ട്രിക്കൊക്കെ അനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കാം. എങ്കിലും ഒരു 3-4 ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സാലറിയും പിന്നെ പ്രോഫിറ്റ് ഷെയറുമാണ്. അത് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ടുവരാറുള്ള ഒരു രീതി. അതായത് ഈ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയായിരിക്കും വർക്കിംഗ് പാർട്ട്ണർ ആവുന്നത്. അദ്ദേഹത്തിനൊരു എക്സ്പെർട്ടീസ് ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയൊന്നും ഉണ്ടാവില്ല. ജീവിക്കാനുള്ള വലിയ ഒരു സെറ്റപ്പ് ഒന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ആവണം നിർബന്ധമില്ല കേട്ടോ, എന്നാൽ അങ്ങനെയാണ് സാധാരണ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ ഒരു ഫിക്സഡ് സാലറി ആവശ്യമാണ്. കാരണം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പ്രോഫിറ്റിലേക്കൊക്കെ കമ്പനി പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു മോഡൽ എന്ന് പറയുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുന്നതിന് വേണ്ട ഒരു ഫിക്സഡ് സാലറി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം വർക്ക് ചെയ്ത് ഈ ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു 70-30 വർക്കൗട്ടാണ്. അത് 70 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും 30 എന്ന് പറയുന്നത് വർക്കിംഗ് പാർട്ട്ണർക്കും എന്നുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. 50-50 ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് 50 തന്നെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഫിക്സഡ് സാലറി പ്ലസ് 50 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫിക്സഡ് സാലറി പ്ലസ് 30 എന്നുള്ള രീതിയിൽ, 30% എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ഓപ്ഷനാണ്. അടുത്തത് പ്യുവർലി പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിസിലാണ്. അദ്ദേഹത്തിന് ഫിക്സഡ് സാലറി ഒന്നും ഉണ്ടായിരിക്കില്ല, പ്രോഫിറ്റ് ഷെയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ കേസിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഷെയർ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കൂടുതലായിരിക്കും. നേരത്തെ 30% ഇത് 40% മുതൽ മുകളിലോട്ടാണ് പോകുന്നത്. 40%, 50%, ചിലപ്പോൾ 60% അടക്കം കൊടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അദ്ദേഹമാണ് വർക്ക് ചെയ്യിപ്പിച്ച് ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്, അദ്ദേഹമാണ് മേജറായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ 40%, 50% ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സാധ്യതയാണ്. ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിലേഷൻ. നിങ്ങൾ തമ്മിലുള്ള റിലേഷനും നിങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷനും ഒത്തൊരുമയൊക്കെ ആശ്രയിച്ചിരിക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട്. അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത് ടയർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ലാബ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പലതരത്തിൽ സ്ലാബുകൾ നമുക്ക് ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 5 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാകുന്നത് വരെ ഇത്രയാണ് പ്രോഫിറ്റ് ഷെയർ. 10 ലക്ഷം ആവുന്നത് വരെ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആയിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് 30%, മറ്റാൾക്ക് 70%. അതേസമയം 10-നും 15-നും ഇടയിലാണെങ്കിൽ 80%, 20%. അല്ലെങ്കിൽ അത് 25 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 90%, 10% എന്നൊക്കെ പറയുന്ന തരത്തിൽ. ഞാനത് എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇത് തന്നെ കോപ്പി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനൊരു ടയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് സിസ്റ്റം പോലെ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഒപ്പം വേണമെങ്കിൽ ഒരു ഫിക്സഡ് സാലറിയും കൂടെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു തമ്പ് റൂൾ ഇല്ലെങ്കിലും പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ 3 മെത്തേഡുകളാണ്. അതായത് ഒന്ന് ഫിക്സഡ് സാലറി പ്ലസ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ്, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സംഭവം. മറ്റൊന്ന് പ്രോഫിറ്റ് ഷെയറിങ് മാത്രമായിട്ടുള്ള പരിപാടി. പക്ഷേ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 വർഷത്തോളം പ്രോഫിറ്റ് ഇല്ലാതെ വരുന്ന സമയത്ത് ഈ വർക്കിംഗ് പാർട്ട്ണറുടെ മോട്ടിവേഷൻ അങ്ങ് പോകും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്, പിന്നീട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. അടുത്തത് ടയർ ബേസ്ഡ് ആയിട്ട്, സ്ലാബ് ബേസ്ഡ് ആയിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന സ്ലാബ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വർക്കിംഗ് പാർട്ട്ണർ എഫർട്ട് ഇടുകയും നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ടയർ ബേസ്ഡ് ആക്കാം ഈ വേരിയബിൾ പാർട്ട്, വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫിക്സഡ് പാർട്ട് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 3 മെത്തേഡ് വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. ഇനിയും പല മെത്തേഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പ്രോഫിറ്റ് ഷെയറിംഗ് മെത്തേഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.